ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. T20 ലോകകപ്പിന്റെ ഫൈനലിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിന് വലിയ സ്വീകരണമാണ് മുംബൈയിൽ BCCI ഒരുക്കിയത്. വലിയ ആരാധക വൃന്ദം ഇന്ത്യൻ ടീമിനെ സ്വീകരിക്കാനായിട്ട് എത്തിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല താരങ്ങളും മുംബൈയിൽ നിന്ന് ഈ ഒരു ഫെലിസിറ്റേഷന് ശേഷം അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മുംബൈയിൽ തന്നെയുള്ള താരങ്ങളായിട്ടുള്ള രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, യശസ്വി ജയ്സ്വാൾ, ഈ താരങ്ങൾക്ക് വലിയ ഒരു സ്വീകരണമാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുക്കിയിരുന്നത്. അതുപോലെ തന്നെ ഹൈദരാബാദിലെത്തിയ മുഹമ്മദ് സിറാജിനും വലിയ സ്വീകരണമാണ് നൽകിയത്. റോഡിന്റെ ഇരുവശത്തും ക്രിക്കറ്റ് ആരാധകർ തടിച്ചു കൂടുകയും മിയ മിയ എന്നുള്ള വിളികളിലൂടെ ശബ്ദമുഖരിതമാവുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലാണ്. അപ്പോൾ ആഘോഷങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഇനിയും പല ഭാഗങ്ങളിലും പല താരങ്ങളും വന്നിറങ്ങുമ്പോൾ പല അസോസിയേഷനുകളും അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകരും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് എത്രത്തോളം വേരോട്ടമുണ്ട് എന്നുള്ളതിന്, അല്ലെങ്കിൽ എത്രത്തോളം ആരാധകരുടെ മനസ്സിൽ ക്രിക്കറ്റിന് സ്ഥാനമുണ്ട് എന്ന് കാണിക്കുന്ന വീഡിയോസും അല്ലെങ്കിൽ ആഘോഷങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് അവർ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു. 4-5 ദിവസം അവർ ബാർബഡോസിൽ സ്റ്റക്കായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വീശി അടിച്ച ഒരു ചുഴലിക്കാറ്റ് അത് ബാർബഡോസ് എയർപോർട്ട് അടയ്ക്കുന്നതിന് കാരണമാവുകയും പിന്നീട് BCCIയുടെ നേതൃത്വത്തിൽ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അങ്ങോട്ട് വിടുകയും ആ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് താരങ്ങളെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അപ്പോൾ BCCI ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും BCCI ഒഫീഷ്യൽസിനും മാത്രമല്ല, അവിടെ തങ്ങിപ്പോയ അല്ലെങ്കിൽ അവിടെ പെട്ടുപോയ ഒരു 10-20 മാധ്യമ പ്രവർത്തകരെയും ഈ ഒരു ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് വന്ന മാധ്യമ പ്രവർത്തകർക്ക് എക്കോണമി ക്ലാസ്സിലും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് ബിസിനസ് ക്ലാസ്സിലുമായിരുന്നു അവരുടെ സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. 10-16 മണിക്കൂറുള്ള ഒരു യാത്രയാണ് ബാർബഡോസിൽ നിന്ന് ഡൽഹിയിലേക്കുള്ളത്. അതിൻ്റെ ഇടയിൽ പല മാധ്യമ പ്രവർത്തകരും ഈ ലോകകപ്പ് ട്രോഫിയുമായി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും വിവാദമായിരിക്കുന്നത് വിക്രാന്ത് ഗുപ്ത എന്ന് പറയുന്ന ആജ് തക് ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അദ്ദേഹം ഈ ലോകകപ്പ് ട്രോഫിയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് താഴെ വലിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇത് ഇന്ത്യൻ താരങ്ങൾ മാത്രം ഹോൾഡ് ചെയ്യേണ്ട ഒരു ട്രോഫിയാണ്, എന്തിനാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു സാധാരണയായിട്ടുള്ള ഒരാളുടെ കയ്യിലേക്ക് ഈ ട്രോഫി കൊടുത്തത് എന്നുള്ള രീതിയിൽ. കാരണം ആ ഒരു ഫ്ലൈറ്റിൽ വെച്ച് ഡെഫിനറ്റ് ആയിട്ടും BCCIയുടെ അനുമതിയോട് കൂടിയിട്ടായിരിക്കണം ഈ മാധ്യമ പ്രവർത്തകൻ ആ ട്രോഫിയുമായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിരിക്കുന്നതും അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നതും. പക്ഷെ അതിനെതിരെ വലിയ വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങളുടെ പിന്നിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ട്രോഫിയിൽ ആരും തന്നെ ടച്ച് ചെയ്യാൻ പാടില്ല, ലോകകപ്പ് ട്രോഫിയിൽ ആരും തൊടാൻ പാടില്ല, അത് ജയിക്കുന്ന ടീം മാത്രമേ തൊടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിക്രാന്ത് ഗുപ്ത തന്നെ പണ്ട് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അത് അതിന്റെ താഴെ ആ വീഡിയോ, അദ്ദേഹം ആ ട്രോഫിയുമായി നിൽക്കുന്ന ആ ഒരു ഫോട്ടോയുടെ താഴെ ആ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. അത് പക്ഷേ ഏകദിന ലോകകപ്പിന്റെ ട്രോഫിയാണ്, ആ ട്രോഫിയിൽ മറ്റാരും ടച്ച് ചെയ്യാൻ പാടില്ല, ഈ ജയിക്കുന്ന ടീം മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. सिर्फ क्रिकेट वर्ल्ड कप नहीं, जो बाकी भी हैं, जैसे फीफा वर्ल्ड कप है, फीफा वर्ल्ड कप आया जब इंडिया आता है उसको भी हाथ नहीं लगा सकते. सिर्फ हक उसको मिलता है जो वर्ल्ड चैंपियन हो. മാത്രമല്ല, ആരാധകരുടെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്, ഇന്ത്യൻ ടീമിനെ യാതൊരു വിധത്തിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹം. വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ഇന്ത്യൻ കോച്ചിനെയും ഒക്കെ എപ്പോഴും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇങ്ങനെയുള്ളൊരു മാധ്യമ പ്രവർത്തകന് ഇതിൽ ടച്ച് ചെയ്യാനായിട്ട്, ലോകകപ്പ് ജയിച്ചപ്പോൾ ഇതിൽ ടച്ച് ചെയ്യാനുള്ള എന്ത് അവകാശമാണ് ഉള്ളതെന്നുള്ളതാണ്. ആ ട്രോഫി സാനിറ്റൈസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള അത്രയും വലിയ വിമർശനങ്ങൾ വരെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു അത്ലറ്റ് അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടിലൂടെ നേടുന്ന ഒരു ട്രോഫിയിൽ തൊടാനായിട്ട് മറ്റൊരാൾക്ക് അവകാശമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് നിന്ന് ഫോട്ടോ എടുത്ത് മോശമായി എന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ വലിയ വിമർശനങ്ങളാണ് വിക്രാന്ത് ഗുപ്തയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, സുരേഷ് റൈന ഈ ഒരു ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ജിയോ സിനിമയിൽ അദ്ദേഹം ഒരു അഭിപ്രായം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും ജേഴ്സി നമ്പറുകളായിട്ടുള്ള 7ഉം 10ഉം ഈ 2 നമ്പറുകൾ BCCI റിട്ടയർ ചെയ്തിരുന്നു. ഇനി ആരും ആ ജേഴ്സി നമ്പർ ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിൽ അത് നേരത്തെ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്ത ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായിട്ടുള്ള രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ജേഴ്സി നമ്പറും റിട്ടയർ ചെയ്യണം എന്നുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം സുരേഷ് റൈന രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ജിയോ സിനിമയിൽ അദ്ദേഹത്തിന്റെ കമന്റ് ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. ആ 2 നമ്പർ
റിട്ടയർ ചെയ്തതിന് ശേഷം ആ 2 നമ്പറും BCCIയുടെ ഓഫീസിൽ അത് പ്രദർശിപ്പിക്കണം, അത് വരും തലമുറയിലുള്ള താരങ്ങൾക്ക് വലിയ പ്രചോദനമാകും എന്നുള്ള രീതിയിലായിരുന്നു സുരേഷ് റെയ്നയുടെ കമന്റ്. പക്ഷേ അതിനോട് യോജിക്കാതെ അതിനെതിരെ റോബിൻ ഉത്തപ്പ, മുൻ ഇന്ത്യൻ ഓപ്പണറാണ്, അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എല്ലാ ജേഴ്സികളും അല്ലെങ്കിൽ ജേഴ്സി നമ്പറുകളും റിട്ടയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ വരുന്ന തലമുറയ്ക്ക്, അടുത്ത ഒരു ജനറേഷനിലുള്ള താരങ്ങൾക്ക് ജേഴ്സി നമ്പർ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. 7ഉം 10ഉം ഓൾറെഡി തന്നെ റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഇനി 18ഉം 45, 18 വിരാട് കോഹ്ലിയുടെയും 45 രോഹിത് ശർമ്മയുടെ ആണെന്ന് എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും അറിയാം. ആ 2 നമ്പർ ജേഴ്സിയും കൂടെ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ 4 നമ്പറുകൾ റിട്ടയർ ചെയ്തു. അപ്പോൾ അതിന് ഇനിയും നമ്പറുകൾ തിരഞ്ഞെടുക്കാനുള്ള യുവതാരങ്ങളുടെ ഒരു ചോയ്സ് ആണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് റോബിൻ ഉത്തപ്പയുടെ വാദം. റോബിൻ ഉത്തപ്പ അതിന് മറ്റൊരു മറുവാദമായി പറയുന്നത് ഈ ജേഴ്സികൾ റിട്ടയർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അത് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാം, എന്നിട്ട് ഏതെങ്കിലും ഒരു യുവതാരം അദ്ദേഹം വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയും അല്ലെങ്കിൽ ഈ ജേഴ്സി നമ്പർ എനിക്ക് വേണമെന്ന്, അദ്ദേഹം അതിന് ഡിസർവിംഗ് ആണ് എന്ന് BCCIക്കും ആരാധകർക്കും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം വരുന്ന സമയത്ത് ഈ ജേഴ്സി നമ്പർ വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം എന്നുമുള്ള ഒരു സജഷനാണ് റോബിൻ ഉത്തപ്പ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജേഴ്സി നമ്പർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ജേഴ്സി നമ്പറും റിട്ടയർ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ള ഒരു വിയോജിപ്പും റോബിൻ ഉത്തപ്പ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു, അവരവരുടെ എല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. വിരാട് കോഹ്ലി ഇന്ത്യയിൽ വന്ന ഉടനെ തന്നെ ഈ ഫെലിസിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് നേരെ പോയത് കുടുംബത്തിന്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിന്റെ കുടുംബമുള്ളത് ലണ്ടനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും ചെയ്തു. രോഹിത് ശർമ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അവരുടെ വലിയ സ്വീകരണങ്ങളാണ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനും അല്ലെങ്കിൽ മുംബൈ ഗവൺമെന്റും ഒരുക്കിയിരിക്കുന്നത്. 11 കോടി രൂപയാണ് 4 താരങ്ങൾക്കുമായിട്ട്, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, യശസ്വി ജയ്സ്വാൾ, ഈ താരങ്ങൾക്കായിട്ട് മഹാരാഷ്ട്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്, ഒരു സമ്മാനമായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് ഹൈദരാബാദിൽ വന്നിറങ്ങിയപ്പോഴുള്ള ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വീകരണം, ആരാധകർ റോഡ് മുഴുവൻ ബ്ലോക്കാണ്, ആരാധകർ അദ്ദേഹത്തിന് ആർപ്പ് വിളികളോടെ സ്വീകരിക്കുന്ന വീഡിയോയും വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ആഘോഷങ്ങളൊന്നും കെട്ടടങ്ങുന്നില്ല. അതിൻ്റെ ഇടയിലുണ്ടായ ചെറിയ ചെറിയ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഇന്ത്യയുടെ സിംബാബ്വെ പരമ്പര ആരംഭിക്കുകയാണ്. പുതിയൊരു ക്യാപ്റ്റന് കീഴിൽ ഇന്ത്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. പുതിയ ഒരുപാട് താരങ്ങൾ ഈ മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കും. കാരണം 2026 T20 ലോകകപ്പിന് മുമ്പ് ഒരു പുതിയ ടീമിനെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 2026 ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള കർട്ടൻ റേസറുകളാണ് ഇനി വരാൻ പോകുന്ന 2020 മത്സരങ്ങൾ. ഈ താരങ്ങൾക്കെല്ലാം മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും എല്ലാം ഒഴിച്ചിട്ട് പോയ സിംഹാസനത്തിലേക്ക് ഇതിനേക്കാളും മികച്ച താരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.